ഹരി ഓം ശിവായ നമ അഗസ്തേശ്വര. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തി ആരാണ്? ആ വ്യക്തി നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത്? എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളിലേക്ക് വരും. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല ലളിതമായ വഴിപാടുകൾ, പിന്നെ അതോടൊപ്പം നമ്മൾ ഒരു വിശ്വാസവും കൂടെ ഉണ്ടാവണം. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. പണിക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാനൊന്നും പറയത്തില്ല. അങ്ങനെയുള്ളവരെ അയൽപക്കത്ത് പോലും അടുപ്പിക്കത്തില്ല. അവർക്ക് വേണ്ടി നോക്കത്തുമില്ല. അവർ കാണണ്ടെന്നേ പറയത്തുള്ളൂ. ജീവിക്കാൻ ആഗ്രഹമുള്ള, അധ്വാനിക്കുന്ന, ഒരു ഈശ്വരാധീനത്തിൻ്റെ കുറവുള്ളവർക്ക് വേണ്ടിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ രീതി പറയും. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാതെ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. അപ്പം ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ, ദേവത എല്ലാം എനിക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞുതരും രക്ഷപ്പെടാനുള്ള. പിന്നെ നമ്മൾ അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം. ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. കാരണം ഇതെല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം, ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, നേരിട്ട് വന്നാലും അതുകൊണ്ട് തന്നെ നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതിലെ പറഞ്ഞതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ വ്യക്തിയെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം വന്നു ചേരുമെന്നുള്ളതാണ്. ഞാനീ പറയുന്നത് വ്യക്തമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കാണുന്നതുകൊണ്ടും ഒരു തെറ്റുമില്ല, മാത്രമല്ല നല്ല കാര്യമാണ്. വ്യക്തി എന്നുള്ളത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരവസ്ഥയിരിക്കുന്ന, ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുന്ന ഗുരുക്കന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക അവസ്ഥയിൽ, ഈശ്വരീയമായ അവസ്ഥയിലിരിക്കുന്ന ഗുരുക്കന്മാരെയാണ് ഞാനിവിടെ ആ വ്യക്തിയും ഉദ്ദേശിക്കുന്നത്. അതായത് അവധൂതന്മാർ. ഈ അവധൂതന്മാരെ നിങ്ങൾ നേരിട്ട് പോയി കാണണമെന്നില്ല. ഞാൻ കുറച്ച് അവധൂതന്മാരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ച് അവധൂതന്മാരുടെ പേരും അവരുടെ കാര്യങ്ങളും പറഞ്ഞു തരാം. പിന്നെ എങ്ങനെ ആ ഗുരുക്കന്മാരെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ട് അവധൂതനെ ആയിക്കോട്ടെ, ഗുരുക്കന്മാരെ ആയിക്കോട്ടെ, ഈ രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. സ്മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം വന്നു ചേരുമെന്നുള്ളതാണ്. അത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ അവധൂതൻ എന്നാണെന്നറിയണം. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട് അവധൂതനെ കുറിച്ച്. അതൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല. അവധൂതൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത്. അവധൂതൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. അത് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന, നിങ്ങളെപ്പോലെ ജീവിക്കുന്ന, നിങ്ങളെപ്പോലെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന, നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്ന, നിങ്ങളെപ്പോലെ വിഷമവും സങ്കടവും വികാരവും എല്ലാം ഉള്ള അത്തരം ഗുരുക്കന്മാരല്ല. അവധൂതൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. അത് നമുക്കിടയിൽ കാണാം. ചിലപ്പോൾ ഹിമാലയത്തിലും കാടുകളിലും ഒക്കെ ആയിരിക്കും. അവർ കണ്ടാൽ അവരല്പ വസ്ത്രധാരികളായിരിക്കും. ചിലപ്പോൾ ഭ്രാന്തന്മാരെ പോലെ തോന്നും. പക്ഷെ അവരൊന്നും ഭ്രാന്തന്മാരൊന്നുമല്ല, ഈശ്വരന്മാർ തന്നെയാണ്. ഒരു പ്രത്യേക എന്ന് വെച്ചാൽ ഭ്രാന്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവധൂതൻ തെറ്റും ധരിക്കരുത്. മനസ്സിലായില്ലേ? ഭ്രാന്തന്മാരായിട്ട് മനസ്സിലാക്കുക. പക്ഷേ അവധൂതന്മാരെ കാണുമ്പോൾ, ചില അവധൂതന്മാരെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, പൊടിയൊക്കെ പറപ്പിച്ച്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു മാനസിക പ്രശ്നമുള്ളവരുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ഭ്രാന്തനെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. അതിനു വേണ്ടിയാണ് പറഞ്ഞത്. അവധൂതൻ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ചിലരൊക്കെ അതുപോലെ ഇരിക്കും. പക്ഷെ അവരൊന്നും ഭ്രാന്തന്മാരല്ല. അവർ സംസാരിക്കാറില്ല. അവരെപ്പോഴും അവധൂതനെ തിരിച്ചറിയാനുള്ള ഏറ്റവും ഒരു പ്രധാന വഴി എന്ന് വെച്ചാൽ അവരുടെ കണ്ണുകൾ എപ്പോഴും ഒന്നുകിൽ നമ്മളെപ്പോലെ ഇങ്ങനെ അനങ്ങത്തില്ല, സ്റ്റെബിലിറ്റി ആയിരിക്കും. ഒന്നുകിൽ കണ്ണുകൾ ഇങ്ങനെ അനങ്ങാതായിരിക്കും കൂടുതൽ സമയം ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ ഇടയ്ക്ക് അനങ്ങും. മാത്രമല്ല ചിലരുടെ ദൃഷ്ടി മേലോട്ടും ആയിരിക്കും മിക്കവാറും. അവരധികം സംസാരിക്കത്തില്ല. അവർക്ക് നിങ്ങളുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ പണം, നിങ്ങളുടെ പുകഴ്ത്തൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് പുകഴ്ത്തുന്നതോ ഒന്നും അവർക്ക് ആവശ്യമില്ല. അതുപോലെ അവരുടെ നിന്നൊന്നും ആർക്കും
കൊടുക്കാനുമില്ല, ആരുടെ നിന്നൊന്നും അവർക്കും വേണ്ട. അങ്ങനെ ഈശ്വരീയമായ ഒരവസ്ഥയിരിക്കുന്നവരാണ് അവധൂതന്മാർ. അപ്പോൾ ഈ അവധൂതനെ ചിലർക്കൊക്കെ അവധൂതന്മാരെ കാണാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ ആ അവധൂതന്മാരെ കാണുന്നത് തന്നെ പുണ്യമാണ്. ചിലപ്പോൾ അവധൂതന്മാർ ആളുകളെ ഓടിക്കും. നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പാടില്ല. അവർ പൊക്കോളാൻ പറഞ്ഞാൽ പൊക്കോണം, നമ്മൾ അവരെ ശല്യം ചെയ്യരുത്. ചില അവധൂതന്മാർ ചിലരെ അനുഗ്രഹിക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റ അവധൂതനെ കണ്ടിട്ടുള്ളൂ. അതോടുകൂടി എൻ്റെ ജീവിതം മാറി. അത് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അവധൂതന്മാരെ നിങ്ങൾ പോയി കാണണമെന്നോ അല്ലെ എപ്പോഴും കാണണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ കുറേ ചിത്രങ്ങൾ കാണിക്കാം, ഞാൻ കുറേ അവധൂതന്മാരെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവരെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹം കിട്ടും. മനസ്സിലായില്ലേ? അതായത് അവധൂതന്മാർക്ക് പറഞ്ഞാൽ അവർക്ക് ഭൂതകാലവും ഭാവികാലവും ഇല്ല. അവരെപ്പോഴും ഒരു ബ്രഹ്മത്തിൽ ലയിച്ച അവസ്ഥയിലാണ്, ബ്രഹ്മാനുഭവത്തിലാണ്. അവരെ കാണുന്നതോ പുണ്യം, അവരെ മനസ്സിൽ സ്മരിക്കുന്നതോ പുണ്യം, അവരുടെ സമാധി സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും പുണ്യം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ പുണ്യം. ഇപ്പോൾ സമാധി സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് പ്രാർത്ഥിക്കാം. ഇനി അതിന് നമുക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ കുറേ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു അവധൂതനെ ഞാൻ പറയുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരും. പ്രാർത്ഥിക്കുക, നിങ്ങൾ ഇരിക്കുന്നിടത്ത് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ, നിങ്ങൾ മനഃശുദ്ധിയോടുകൂടി ചെയ്താൽ, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകത്തില്ല. അത് നിങ്ങളുടെ മനഃശുദ്ധി പോലെ ഇരിക്കും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് കാണാനും ഭാഗ്യം ഉണ്ടാകാറുണ്ട്. അതും അങ്ങനെയുള്ളവർ വലിയ ഭാഗ്യവാന്മാരുമാണ്. അപ്പോൾ അവധൂതൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂതകാലവും ഭാവികാലവും ഇല്ല. അവർ ആ നിമിഷത്തിലാണ് ഇരിക്കുന്നത്. അവരെ ബ്രഹ്മാനുഭവത്തിലാണ്. അവർക്ക് യാതൊന്നിൻ്റെയും ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. അവരെ ഈശ്വരനിൽ ലയിച്ചിരിക്കുന്നവരാണ്. അവർ ഈശ്വരൻ തന്നെയാണ്. അപ്പം ഞാൻ ചില അവധൂതന്മാരെ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, ശ്രമിക്കുകയാണ് കേട്ടോ. ഇദ്ദേഹം ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ. ഒരുപക്ഷെ തിരുവനന്തപുരം ഭാഗത്തുള്ള എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹം എപ്പോഴും രാമമന്ത്രം ജപിക്കുന്ന അവധൂതനാണ്. ഇദ്ദേഹം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്താണ് പിടിക്കുന്നത്. കാരണം ഇദ്ദേഹത്തെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അത് ലാസ്റ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് കുറേ അവധൂതന്മാരെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലേതെങ്കിലും അവധൂതനെ നിങ്ങൾക്ക് മനസ്സിൽ സ്മരിച്ച് ഞാനീ പറയാൻ പോകുന്ന രീതി ചെയ്താൽ ഫലമുണ്ടാകും. അപ്പോൾ അവധൂതന്മാരെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം കേട്ടോ. അത് ജീവിതത്തിൽ എന്നേക്കുമായി നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതുന്ന കാര്യമാണ്. അതിനുവേണ്ടി ക്ഷമയോടെ നിങ്ങൾക്ക് വേണ്ടി അല്പനേരം നിങ്ങൾ ചെലവഴിക്കുക. ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പം ഇത് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദറാണ്. തിരുവനന്തപുരത്താണ് ഇദ്ദേഹത്തിൻ്റെ സമാധി. ചെങ്കോട്ട് കോണം ആണ്, അങ്ങനെയാണ് തോന്നുന്ന ആ സ്ഥലപ്പേര്. ഞാൻ പോയിട്ടില്ല, എങ്കിലും ഇദ്ദേഹം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മനസ്സിൽ, എൻ്റെ പ്രാർത്ഥനകളിലുണ്ട്. ഞാൻ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ചെറുകോൽ ഹിന്ദുമത പരിഷത്ത് നടക്കുമല്ലോ, പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ഞാൻ മിക്കവാറും പോകാറുണ്ട്. ഞാൻ പോയി അവിടെ ചട്ടമ്പി സ്വാമിയുടെ ഒരു ഇതുണ്ട്, അവിടെ ഒന്ന് തൊഴും ആദ്യം. എന്നിട്ട് അവിടെ ആ ചെറുകോൽ പുഴയുടെ ആ മണലിൽ കൂടെ ഒക്കെ ഇച്ചിരി നടന്ന് കഴിഞ്ഞ് അവിടെ ഏതെങ്കിലും അവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ടല്ലോ, അവിടെ കയറി ഒരു ചായ കുടിക്കും. എന്നിട്ട് ചിലപ്പം പോയി ഇച്ചിരി പ്രഭാഷണം കേൾക്കും. എന്നിട്ട് വീട്ടിൽ പോരും. അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു രീതി. പക്ഷെ കഴിഞ്ഞ ഹിന്ദുമത പരിഷത്തിന് ചെറുകോൽ പുഴ ഞാൻ പോയപ്പോൾ ഞാൻ പതിവില്ലാതെ ഞാനും എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുമുണ്ട്, നമ്മുടെ തന്നെ വേണ്ടപ്പെട്ട ചില ആളുകളുമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ, അവരൊക്കെ ഈ രീതിയിൽ ഉപാസന ചെയ്യുന്നവരും ഒക്കെ തന്നെയാണ്, ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടെ അവിടെ ഒരു ചെറിയ ഈ പാലം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അക്കരയിലേക്ക്. ആ പാലത്തെ കൂടെ നടന്ന് അക്കരെ പോയി അക്കരയെന്ന് പറഞ്ഞാൽ ആ നദിക്ക് അപ്പുറത്ത് പോയി കുറച്ച് സമയം ചിലവഴിച്ചു. പിന്നെ പാലത്തെ കൂടെ നടന്നു ആ മണൽത്തരികളിലൂടെ ഞാൻ നടന്നത് ശിവമന്ത്രം ജപിച്ചുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് ശിവനെ വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഫീലായിരുന്നു. ഞാൻ ആ മണൽത്തരികളിലൂടെ നടന്നപ്പോൾ ശിവനെ മന്ത്രം ജപിച്ച് നടന്നു. ചെന്നപ്പോൾ അവിടെ ഞാൻ പ്രഭാഷണം കേൾക്കാൻ ഇച്ചിരി ഇരുന്നു, പ്രഭാഷണം കേട്ടു. അപ്പോൾ
എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു സ്റ്റാളുണ്ട്, സ്റ്റാളിൽ ഫോട്ടോ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയിലോട്ട് നോക്കിയിട്ട് എനിക്ക് അങ്ങ് കണ്ണ് മാറ്റാൻ തോന്നുന്നില്ല. വല്ലാത്തൊരു ഒരു ഒരു വലിച്ചടിപ്പിക്കുന്ന പോലെ ഒരു ആകർഷണം. അപ്പോഴൊന്നും എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ആ ഫോട്ടോ വാങ്ങിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത്. ഞാൻ അന്ന് എൻ്റെ ഓഫീസിൽ കൊണ്ടുവച്ചു. ഞാൻ എന്നും ഇദ്ദേഹത്തെ വണങ്ങും, ഒരു ദിവസം പോലും ഇദ്ദേഹത്തെ വണങ്ങാതിരിക്കത്തില്ല. ഗുരു തന്നെയാണ്, എൻ്റെ ഗുരു തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞാണ് ഒരു അവധൂതനെ നേരിട്ട് കാണാൻ പറ്റി. ഒരു അവധൂതനെ നേരിട്ട് കാണാൻ പറ്റി. അപ്പോഴേ ആ ഒരു അവധൂതന് മുന്നിൽ വെച്ചാണ് എനിക്ക് അഗസ്ത്യരെക്കുറിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അഗസ്ത്യ പരമ്പരയിലെ ഒരാൾ പറഞ്ഞു തരുന്നു. അവിടുന്ന് അഗസ്ത്യരുടെ ഒരു വിദ്യ എനിക്ക് അദ്ദേഹം നൽകുന്നു, മഹാഗുരു അഗസ്ത്യരുടെ. അപ്പം അങ്ങനെ അത് ശിവവിദ്യ തന്നെയാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ശിവവിദ്യകളെ ഒക്കെ അറിയാനും ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പോഴും ശിവവിദ്യ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ആ ഗുരുക്കന്മാരുടെ സ്മരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഈ അവധൂതന്മാർ ആർക്കും ഒന്നും കൊടുക്കത്തുമില്ല, ആരുടെ ഒന്നും വേണ്ടെന്നും പറഞ്ഞു. പക്ഷെ അവരെ സ്മരിക്കുന്നത് കൊണ്ട് അവരുടെ അനുഗ്രഹം കിട്ടും. കാരണം ഞാൻ അതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. അവർ ഈശ്വരന്മാർ തന്നെയാണ്. ഈ കാട്ടാളനായ രത്നാകരൻ രാമനെ കണ്ടിട്ടല്ല രാമമന്ത്രം ജപിച്ച്. ആ സപ്തർഷികൾ രാമമന്ത്രം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം രാമാന്ന് ജപിച്ച് അദ്ദേഹം വാൽമീകിയായി തീർന്നു, ചിരഞ്ജീവിയായി തീർന്നു. അപ്പം നമ്മൾ നേരിട്ടൊരു അനുഗ്രഹം വാങ്ങുന്നതിനേക്കാൾ അല്ലെങ്കിൽ കിട്ടുന്ന പോലെ തന്നെയാണ് നമ്മൾ അവരെ സ്മരിച്ച് ശുദ്ധ മനസ്സോടെ നമ്മൾ അവരെ സ്മരിച്ചാൽ അവരിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് അനുഗ്രഹം വരുമെന്നുള്ളതാണ് ഒരു രഹസ്യം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ അവധൂതന്മാരെ ഞാൻ കുറേ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ശുദ്ധ മനസ്സോടെ വിളിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. പക്ഷേ മനസ്സിൽ നന്മ ഉണ്ടാകണം, ശുദ്ധ മനസ്സോടുകൂടി വിളിക്കണം, നന്മ ചെയ്യണം, എങ്കിൽ മാത്രമേ അവരുടെ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ശിവപ്രഭാകര സിദ്ധയോഗിയുടെ ഈ സമാധിയിൽ പോയി ഞാനിടയ്ക്ക് ധ്യാനിക്കുമായിരുന്നു. മിക്കവാറും ശിവപ്രഭാകര സിദ്ധയോഗിയുടെ ഈ സമാധിയിൽ പോയി അങ്ങനെ കുറേ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനും നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്, അതെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ പോയി അവിടെ നിന്ന് ധ്യാനിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വരുന്ന പലരും അവരൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ നിൽക്കുന്നവരായിക്കോട്ടെ, അവരൊക്കെ പിന്നീട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി വിജയിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് മേഖലയിലുള്ളവരുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പം നിങ്ങളൊരു കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, ഈ ഗുരുക്കന്മാർ ആരുടെ ആയിക്കോട്ടെ, അനുഗ്രഹം ഉണ്ടായാൽ നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉയർച്ചയിലെത്താനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക നില, നിങ്ങൾ സാമ്പത്തികമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നില മാറുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. മാത്രമല്ല നമ്മുടെ അപകടങ്ങൾ മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പം ഇവർ ഈശ്വരന്മാർ തന്നെയാണ്. അപ്പം നിങ്ങൾ ആ ഭക്തിയോടുകൂടി ഇവരെ സ്മരിക്കണം. എങ്ങനെ സ്മരിക്കണം? രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഞാൻ കുറേ ഗുരുക്കന്മാരുടെ പേരും പറയുന്നുണ്ട്, ഫോട്ടോയും കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് പറ്റുന്ന ആരെങ്കിലും, നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുമല്ലോ, ആ ഒരു ഗുരുവിനെ ഒരാളെ മതി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഗുരുചരണം ശരണം, എന്നിട്ട് ആ ഗുരുവിനെ പേര് പറയാമെങ്കിൽ പേര് പറയാതെ മനസ്സിൽ കണ്ടാലും മതി. ഗുരുവേ എന്നെ വഴി കാട്ടണേ, സഹായിക്കണേ, ഇത്രയും പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. അവർ നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ അവർ വേണ്ടത് തരും, അർഹതയില്ല കിട്ടത്തില്ല. നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, നിങ്ങളുടെ പ്രവൃത്തി നന്മയുള്ള പ്രവൃത്തി ആയിരിക്കണം. നിങ്ങളുടെ എല്ലാ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നേടിത്തരുവാൻ അവർ ഈശ്വരൻ തന്നെയാണ്. ഈ ഗുരുക്കന്മാർക്ക് ശക്തിയുണ്ട്.
ഞാൻ കുറേ ഗുരുക്കന്മാരെ നിങ്ങൾക്ക് ആദ്യം പേര് പറയാം, എന്നിട്ട് ഞാൻ കുറേ ഗുരുക്കന്മാരുടെ ഫോട്ടോ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പം ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇദ്ദേഹം എന്നെ ഞാനാക്കിയ എൻ്റെ മാനസ ഗുരുവാണ്. ഇദ്ദേഹം എൻ്റെ മനസ്സിൽ വന്നേ പിന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആത്മീയത എന്താണെന്ന് അറിഞ്ഞത്, ആത്മീയ രഹസ്യങ്ങൾ അറിഞ്ഞത്. എനിക്ക് അല്പനേരമെങ്കിലും ആ ശിവനിൽ ലയിക്കാൻ പറ്റിയത് ആ മഹാഗുരുവിനെ ഞാൻ ഭക്തിയോടെ സ്മരിച്ചത് കൊണ്ടാണ്. അദ്ദേഹത്തെ ഞാൻ സ്മരിച്ചു, അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ, അദ്ദേഹത്തെ എന്നും ഞാൻ സ്മരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ദിവസവും സ്മരിക്കുന്ന ഗുരുവാണ് പൂന്തുറ സ്വാമി, ബ്രഹ്മശ്രീ പൂന്തുറ സ്വാമി. പൂന്തുറ സ്വാമി എന്ന് പറഞ്ഞാൽ പൂന്തുറ തക്കലയുണ്ട്, ഇത് അതല്ല, പൂന്തുറ സ്വാമി കണ്ടല്ലോ. ഇദ്ദേഹത്തെ ഞാൻ എന്നും ഒരു ദിവസം പോലും സ്മരിക്കാത്തതില്ല. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്, ഈ ശ്വാസം മുഴുവൻ ശിവനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളോ കാര്യങ്ങളോ പറയരുത്. അത് പറഞ്ഞുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കതിൻ്റെ ഒരു കർമ്മദോഷങ്ങൾ കിട്ടാം. കാരണം എന്നല്ല, സത്യം ആചരിക്കുന്ന ആരെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആവശ്യമില്ലാത്തൊരു അഭിപ്രായങ്ങളും പറയരുത്. വന്ന ചിലയിലും നിന്ദിക്കരുത് കേട്ടോ. അത് ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ്. അത് പിന്നെ എവിടെ പോയി എന്നാ വഴിപാട് ചെയ്താലും അതിനൊന്നും പരിഹാരമാകത്തില്ല. കാരണം അതേ രീതിയിൽ ഉപാസിക്കുന്നവരുണ്ട് ഈശ്വരനെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ചുമ്മാ ഈ ഓരോന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്, അതൊന്നും അല്ല. നമ്മളൊക്കെ സത്യത്തിൽ ആ ഈശ്വരനെ അനുഭവിക്കുന്നവരാണ്. അത് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാനെന്നല്ല ആരാണേലും ഒരു അവധൂതനെ കണ്ടാലും ചിലപ്പോൾ ഭ്രാന്തന്മാരെ പോലെ ആയിരിക്കും, അവരെ നിങ്ങളൊരിക്കലും നിന്ദിക്കരുത്. വന്നിക്കാൻ പറ്റുമെങ്കിൽ വന്നിക്കുക, ഈ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത്. അറിവിന് വേണ്ടി പറഞ്ഞ കേട്ടോ. ഷിർദി ബാബ അവധൂതൻ തന്നെയാണ് കേട്ടോ, സായിബാബയല്ല, ഷിർദി ബാബ ഉണ്ടല്ലോ. ഷിർദി ബാബ അദ്ദേഹം അവധൂതൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷിർദി ബാബയെ വിളിക്കാം, അല്ലെങ്കിൽ ശിവപ്രഭാരസ്ത്യോഗിയെ മനസ്സിൽ സ്മരിക്കാം, അല്ലെങ്കിൽ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരെ സ്മരിക്കാം, അല്ലെങ്കിൽ പൂന്തുറ സ്വാമിയെ സ്മരിക്കാം. ഇനിയും അഗസ്ത്യർ മഹാഗുരുവാണ്, ശിവൻ തന്നെയാണ് കേട്ടോ. അത് മഹാ ഋഷീശ്വരന്മാരാണ്. അഗസ്ത്യരെ സ്മരിക്കാം. ഞാൻ എന്നും അഗസ്ത്യരെ സ്മരിക്കും, അഗസ്ത്യരെ വിളിക്കും, അല്ലാതെ എനിക്കൊരു ദിവസവും ഇല്ല. അതുപോലെ തന്നെ തിരുമൂലർ മഹാസിദ്ധനാണ്, ശിവൻ തന്നെയാണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് സ്മരിക്കാം. പിന്നെ കോരക്കർ ശിവൻ തന്നെയാണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് സ്മരിക്കാം. നിങ്ങൾക്ക് പറ്റുന്നവർ ആരെയാന്ന് വെച്ചാൽ ഇവരെല്ലാം ശൈവ സിദ്ധന്മാരും മഹാ അവധൂത തലത്തിൻ്റെ ആ ഈശ്വരനായി തീർന്നവരാണ്. അപ്പോൾ അവധൂതന്മാരും ഇത് ഋഷീശ്വരന്മാരുമാണ്. രണ്ട് കൂട്ടരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ക്രിയാ ബാബാജി ഇത് ക്രിയാ ബാബാജിയാണ്. ഇത് ലഹരി മഹാശയൻ, ഇത് യുക്തേശ്വരഗിരി, ഇത് യോഗാനന്ദ പരമഹംസ കേട്ടോ. നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഈ ക്രിയാ ബാബാജി എന്നും പറഞ്ഞ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ട്. ഞാൻ ക്രിയായോഗ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. എനിക്ക് ഒരു ദിവസം ശരിയായ ക്രിയായോഗ ചെയ്ത് കഴിഞ്ഞപ്പം കടന്നു കഴിഞ്ഞാൽ ഉടൻ എനിക്ക് ബാബാജിയെ ഒരു സ്വപ്നമല്ല എങ്കിൽ ബോധമുണ്ട്, ആ അവസ്ഥയിൽ ദർശനം കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് ആ ശരിയായ ക്രിയായോഗ നമ്മൾ ചെയ്ത് നമുക്ക് അനുഭവം ഉണ്ടായതാണ്. ഈ യൂട്യൂബിൽ പറയുന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും ചിലതൊക്കെ കാണാറുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. അപ്പം എല്ലാം സത്യമുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനിയും പറഞ്ഞു തരാൻ പോകുന്നത്, പലയിടത്തും പലരും പറയും, അതിൻ്റെയൊക്കെ പുറകെ പോയ ജീവിതം പോകും. നല്ല സത്യമുള്ള കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുക, ഫോളോ ചെയ്യുക. ഇനിയും പറയാൻ പോകുന്നത് ത്രൈലിംഗ സ്വാമി. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് ത്രൈലിംഗ സ്വാമി, ഉണ്ടല്ലോ, ത്രൈലിംഗ സ്വാമി. ഈ ത്രൈലിംഗ സ്വാമിയെക്കുറിച്ച് അദ്ദേഹം മഹാ അവധൂതനാണ്. ത്രൈലിംഗ സ്വാമിയെ നിങ്ങൾ നെറ്റിലല്ലേ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും, ത്രൈലിംഗ സ്വാമി എന്ന് പറഞ്ഞു. ഇദ്ദേഹം മഹാ അവധൂതനാണ്. സാധാരണക്കാരെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചവരാണ് ഇവരെല്ലാം കേട്ടോ. നമ്മളെപ്പോലെ തന്നെ ശ്വസിച്ച് ജീവിച്ച് ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ചവർ തന്നെയാണ് ഇവരെല്ലാം. പക്ഷെ ഇവരൊക്കെ ഇവരുടെ
ശുദ്ധ മനസ്സും ഭക്തിയും ഇവർ ചെയ്ത സത്യവിദ്യയിലൂടെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കുക. അതിനോട് കൂടിയാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ത്രൈലങ്ക സ്വാമിയെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിലല്ല നെറ്റിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ചില കാര്യങ്ങൾ കിട്ടും. അദ്ദേഹം പണ്ട് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടതാണ്. പക്ഷേ ജയിലിലെ അധികൃതർ എങ്ങനെ ഇട്ടാലും ഇദ്ദേഹം വെളിയിൽ വരും. അപ്പോൾ ഇദ്ദേഹത്തിന് ജയിലിലെ താഴിട്ട് നല്ലതായിട്ട് പൂട്ടി ഒക്കെ ചെയ്തിട്ട് ഇദ്ദേഹം പിന്നെ വെളിയിൽ കാണാം ഇദ്ദേഹത്തിന്. അങ്ങനെ അത്ഭുത ശക്തിയുള്ള ഒരു സ്വാമിയാണെന്നാണ് പറയപ്പെടുന്നത്. നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ ആ ഹിസ്റ്ററി കിട്ടും. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന സംഭവമായിട്ടാണ് നെറ്റിൽ അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഒരു അവധൂതൻ തന്നെയാണ്. അത്ഭുത ശക്തിയുള്ള അവധൂതനായിരുന്നു ത്രൈലിംഗ സ്വാമി. അപ്പോൾ ത്രൈലിംഗ സ്വാമിയുടെ ഒരു ഫോട്ടോ ചെയ്യാൻ ഞാനൊരു സുഹൃത്തിൻ്റെ കൊടുത്തതായിരുന്നു. പക്ഷേ മാസങ്ങൾ കുറേ ആയി, ഒരു അനക്കവും ഇല്ല. എനിക്കത് മേടിക്കണം, അപ്പോൾ നല്ലൊരു ഫോട്ടോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അയാൾ തിരക്കിലാണെന്നുള്ളതാണ്. എന്തായാലും എൻ്റെ മനസ്സിൽ അദ്ദേഹം എപ്പോഴും ഉണ്ട്. ത്രൈലിംഗ സ്വാമി എപ്പോഴും ജപിച്ചുകൊണ്ടിരുന്നതാണ് ശിവഗായത്രി കേട്ടോ. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. അദ്ദേഹം അതായത് നടക്കുന്ന ശിവൻ എന്നാണ് അറിയപ്പെടുന്നത്. വാക്കിംഗ് ശിവ ഓഫ് വാരണാസിയിലെ നടക്കുന്ന ശിവനായിട്ടാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ശിവൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതാണ് ത്രൈലിംഗ സ്വാമി. അപ്പം ത്രൈലിംഗ സ്വാമി ഇനിയും പറയാൻ പോകുന്നത് കോരക്കർ സിദ്ധർ. ഞാൻ കോരക്കറുടെ വേറൊരു ഫോട്ടോ കാണിച്ചു. ഇതും കോരക്കർ തന്നെയാണ്. ഇത് വേറെ രീതിയിലുള്ള ഫോട്ടോ ആണ്. കോരക്കർ ശിവൻ തന്നെ ആയിത്തീർന്ന മഹായോഗിയാണ് കേട്ടോ, മഹാഗുരുവാണ് കോരക്കർ. അപ്പം ഇത്രയും ഗുരുക്കന്മാരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യം. പിന്നെ നിത്യാനന്ദ സ്വാമിയെ പലർക്കും അറിയായിരിക്കും. ഇദ്ദേഹത്തിന് അഷ്ടസിദ്ധികൾ ഉള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. നിത്യാനന്ദ ഭഗവാൻ എന്നാണ് അറിയപ്പെടുന്നത്. അഷ്ടസിദ്ധികൾ. അതുപോലെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുവായൂർ ഇവരെല്ലാം അഷ്ടസിദ്ധികൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം അവധൂതന്മാരും പിന്നെ ഞാൻ കുറേ ഋഷീശ്വരന്മാരെയും കാണിച്ചു. ഇനി ഞാൻ പറയാം കുറച്ച് ഈ അവധൂതന്മാരുണ്ട്. അതായത് വട്ടിസ്വാമി, തിരുവനന്തപുരത്തുള്ളവർക്കറിയാം. മായി അമ്മ, ശ്രീവല്ല അമ്മ, അതുപോലെ സിദ്ധി ബാബ നിങ്ങൾക്കറിയാം. പൂന്തുറ തക്കല സ്വാമി, അദ്ദേഹമൊക്കെ അവധൂതനായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളെ പറഞ്ഞതെന്നുള്ളൂ. ഒരുപാട് അവധൂതന്മാരുണ്ട്, അതുപോലെ ഋഷീശ്വരന്മാരുമുണ്ട്, 18 സിദ്ധന്മാരുണ്ട്. ഇതെല്ലാവരും അവർ ഈശ്വര തുല്യമായി തീർന്നവരാണ്. നിങ്ങൾ അവരെ കുളി കഴിഞ്ഞ് തല തോർത്തിയിട്ട് കൈയും കാലും മുഖവും കഴുകിയിട്ട് വീണ്ടും കൈയും കാലും മുഖവും കഴുകണം. തല തോർത്തിയിട്ട് വടക്കോട് തിരിഞ്ഞു നിന്ന് ഏത് ഗുരുവിനെയാണോ സ്മരിക്കുന്നത് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ പാദങ്ങളിൽ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വഴി കാട്ടണേ, നയിക്കണേ, ഇത്രയും പറഞ്ഞാൽ മതി, കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ സത്യമുള്ള വിദ്യകളാണ്. അല്ല ചുമ്മാ യൂട്യൂബിൽ കുറേ വീഡിയോ ചെയ്യാൻ വേണ്ടി വീഡിയോ ഇടുന്ന പരിപാടിയൊന്നും എനിക്കില്ല. നേരുള്ള കാര്യമേ പറയത്തുള്ളൂ. ആവശ്യമുള്ളവൻ കേൾക്കും, അല്ലാത്തവന് വഴിക്ക് പോട്ടെ, ഒരു വിരോധവുമില്ല. ഇതൊക്കെ നേരുള്ള കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ സത്യമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. യഥാർത്ഥ ഗുരുവിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. നിങ്ങളെക്കാട്ടിലും നമ്മുടെ അത്രയും പോലെ നല്ല മനസ്സില്ലാത്ത, അതിലും ദുരിതമുള്ള നമ്മുടെ ഇടയിലുള്ള ഒരു ഗുരുവിന് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റുമോ? ഇതുപോലെയുള്ള അതായത് ഇപ്പോഴത്തെ ഒരുപാട് റെഡിമെയ്ഡ് തട്ടിപ്പ് ഗുരുക്കന്മാരുണ്ട്. അത് ലോകം ഉള്ളപ്പം തൊട്ടുള്ളതാണ്, പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതുപോലുള്ള സത്യമുള്ള ആത്മീയ ഗുരുക്കന്മാർ, അവർക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും. പിന്നെ ജീവിച്ചിരിക്കുന്ന നല്ല ശുദ്ധന്മാരായിട്ടുള്ള നല്ല ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവരുടെ അറിവുകൾ നമ്മുടെ ജീവിതം മാറ്റും, അല്ലാതെ സംശയമില്ല. പക്ഷെ കൂടുതലും ഇപ്പോൾ എല്ലാം ഈ നല്ല രീതിയിലുള്ള നല്ലതായിരിക്കും പറയുന്നത്, പക്ഷേ അവർ അത്ര നല്ല രീതിയിലല്ലാത്ത ഒരുപാട് റെഡിമെയ്ഡ് ഗുരുക്കന്മാരുണ്ട്. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലാണ് കാണുന്നത്. അതൊന്നും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു സ്വീകരിക്കുക, അല്ലാതെ തള്ളിക്കളയാം കേട്ടോ. നല്ല ഒരു വഴിയിൽ സഞ്ചരിച്ചാലേ നല്ല ഫലം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ഇഴയന്തുക്കളൊക്കെ ഈ അവരുടെ ആവാസ വ്യവസ്ഥയുണ്ട്. പാമ്പ് അങ്ങനെയുള്ള ജീവികൾ ഏതുമായിക്കോട്ടെ, അവരുടെ ആവാസ വ്യവസ്ഥയുണ്ട്. അവിടെ താമസിക്കുമ്പോൾ അവരെല്ലാം സുരക്ഷിതരാണ്. വഴി തെറ്റി സഞ്ചരിക്കുന്നവർക്കാണ് മിക്കവാറും ആപത്തുണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ല ഗുരുക്കന്മാരുടെ വഴിയെ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. വഴി തെറ്റി പോവുകയാണെങ്കിൽ ആപത്തുണ്ടാകും. ആവശ്യമില്ലാത്തവരുടെ പുറകെ പോകരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, നല്ലതറിയുക, നല്ലത് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഗുരുക്കന്മാരുടെ ഏതെങ്കിലും സമാധികൾ, ഇതുപോലെ അവധൂതന്മാരെയോ ഒക്കെ സമാധികൾ അടുത്തുണ്ടെങ്കിൽ അവിടെ വ്യാഴാഴ്ച പോയി
ഒരു നല്ല ഒരു കൂട് സാമ്പ്രാണി, നല്ല സുഗന്ധമുള്ള വാവട്ടം പൊട്ടിച്ച് വെക്കുക, അല്പം നെയ്യ് അവിടെ വെക്കുകയോ കത്തിക്കുകയോ ചെയ്യുക, ഒരു ദക്ഷിണ വയ്ക്കുക, നിങ്ങളുടെ മനസ്സും കൂടെ അവിടെ സമർപ്പിക്കുക ഗുരുവിൻ്റെ പാദത്തിൽ. എന്നിട്ട് എന്നെ വഴി കാട്ടണേ, സഹായിക്കണേ എന്ന് പറഞ്ഞ് ശുദ്ധ മനസ്സായിരിക്കണം. ആരും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഒന്നും ചിന്തയുണ്ട് ഫലം കിട്ടത്തില്ല. ശുദ്ധ മനസ്സോടെ പ്രാർത്ഥിക്കുക, നന്മ ചെയ്യുക. ഗുരുക്കന്മാർ നിങ്ങൾ അർഹരെങ്കിൽ നിങ്ങളെ സഹായിച്ചിരിക്കും. നിങ്ങൾക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇതെല്ലാം ആ ഈശ്വരനിലേക്കുള്ള വഴിയാണ്, നല്ല കാര്യങ്ങളാണ്. ഈ അവസ്ഥയിലുള്ള ഏതൊരു ഗുരുവിനെ സ്മരിക്കുകയോ അവരെ ദർശനം നടത്താൻ ഇപ്പം സമാധി സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുകയോ എങ്ങനെ ചെയ്താലും അത് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. മനഃശുദ്ധി വേണം, കർമ്മശുദ്ധി വേണം എന്ന് മാത്രം ആണ് അതിൻ്റെ അത് പ്രധാനം. നല്ല പ്രവർത്തികൾ ചെയ്യണം. നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. അർഹത ഇല്ലെന്നുണ്ടെങ്കിൽ മാറ്റം വരത്തില്ല കേട്ടോ. നിങ്ങൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. നമ്മൾ ഇനിയെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഗുരുക്കന്മാർ അനുഗ്രഹം ഉണ്ടാകും. ഗുരുക്കന്മാർ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ആപത്തുകളിൽ നിന്ന് നമ്മളെ തടയും. എല്ലാ ആപത്തുകളിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരുമല്ല, ഒന്നുമല്ല, എനിക്കൊരു കഴിവില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആ ഈശ്വരനെ ലയിച്ചിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടല്ല. ഇദ്ദേഹത്തെ ഞാൻ എന്ന് മാനസ ഗുരുവായി സ്വീകരിച്ചു അന്ന് മുതലാണ് എൻ്റെ ജീവിതം മാറിയത്. പിന്നെ മഹാഗുരു അഗസ്ത്യന് ആ പാദങ്ങൾ വണങ്ങാൻ തുടങ്ങി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും ശിവന് ലയിച്ചിരുന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു സ്മരിച്ചുകൊണ്ട് മാത്രമാണ്, ഇവരുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവുകൾ. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ആയിരക്കണക്കിന് വീഡിയോകളായിട്ട് പറഞ്ഞു തരുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ ഇതൊന്നും എൻ്റെ അറിവല്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവില്ല, 1600 വീഡിയോയിലൊക്കെ ഇത്രയും രഹസ്യമുള്ള കാര്യങ്ങൾ ഇടണമെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതെൻ്റെ അറിവല്ല. എനിക്ക് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ, എനിക്ക് പിന്നെ ഈശ്വരനെ ലയിച്ചിരിക്കുമ്പോൾ ഈശ്വരൻ തരുന്ന ഈ ഗുരുക്കന്മാർ തരുന്ന ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ തലയിൽ അറിവിൻ്റെ ഭാരമില്ല, എൻ്റെ ശൂന്യത്തെയാണ് ഞാൻ ധ്യാനിക്കുന്നത്. ഇതെല്ലാം അവർ തരുന്നതാണ്. അവർക്ക് നന്ദി പറയുക. അത് ഞാൻ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാനൊരു വട്ടപൂജ്യം തന്നെയാണ്. എനിക്ക് അറിവുമില്ല, അഭിമാനവുമില്ല, അഹങ്കാരവും ഒന്നുമില്ല. ഒരു ശൂന്യത ധ്യാനിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ മാനുഷികമായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ആ പാദങ്ങളിൽ സ്മരിച്ചാണ് ഓരോ കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കാണുന്ന പോലെ എന്നെ കാണരുത്, വിലയിരുത്തരുത് എന്ന് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ കാര്യം കേട്ടോ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആ സത്യത്തിൽ ചലിക്കുന്ന ഒരു ആൾ തന്നെയാണ്. അല്ലാതെ ഞാൻ ഇന്നേ വരെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എന്തൊന്നും ചുമ്മാ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാം സത്യമുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്, നന്മയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യാലേ ചെയ്യേണ്ടതേ പറയത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ചെയ്യാലേ ചെയ്യേണ്ടതേ പറയത്തുള്ളൂ. അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം സത്യമുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് എല്ലാം ചെയ്ത് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവ. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ഇനിയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടാൻ 3 കാര്യം കൂടെ പറയാം. വിനായകനെ വണങ്ങണം, കുലദേവതയെ വണങ്ങണം, മനസ്സുകൊണ്ട് വണങ്ങിയാൽ മതി. ഗുരു ശരണം എന്ന് പറയണം. സുബ്രഹ്മണ്യനെ വണങ്ങണം, ദേവി പാർവ്വതീദേവിയുടെ പാദങ്ങളെ വണങ്ങണം, പിന്നെ വേണം ശിവനെ വണങ്ങാൻ. ഇതിൻ്റെ എല്ലാം ഏറ്റവും ആദ്യം ഗുരുവിനെ വണങ്ങണം കേട്ടോ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ.